നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ജില്ലയിൽ ആദ്യമായി ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമാവുന്നത്. നിരവധിയായ എതിർപ്പുകളും വ്യവഹാരങ്ങളും മറികടന്നാണ് പ്ലാന്റ് നിർമ്മിച്ചത്. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ വളം നിർമ്മാണ യൂണിറ്റും അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രവും പ്രവർത്തനം തുടങ്ങി. മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ആരവം എന്ന പേരിലുള്ള വികസന സാംസ്കാരികോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മന്ത്രി സജി ചെറിയാൻ ജനകീയ കവചം ചെയർമാൻ ഫാദർ നെൽസൺ തൈപ്പറമ്പലിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. അവഗണനയുടെ തുരുത്തിൽ ഭിന്നശേഷിക്കാരായ 3 അംഗ കുടുംബം ദുരിതക്കയത്തിൽ. നിരങ്ങി നീങ്ങുന്ന തങ്കപ്പനും മാനസിക രോഗിയായ മണിയമ്മയും ഭിന്നശേഷിക്കാരിയായ ശ്രീജയും. പട്ടണക്കാട് പൊന്നാമ്പളി കാരക്കാവളി വീട്ടിലെ സങ്കടക്കാഴ്ച. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിന്റെ ആറാട്ടുകുളം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ചേർത്തല MLA കൂടിയായ മന്ത്രി പി പ്രസാദ് അനുവദിച്ച 1,07,00,000 രൂപ വിനിയോഗിച്ചാണ് ആറാട്ടുകുളം നവീകരിച്ചത്. ഏപ്രിൽ 5-ന് ഉദ്ഘാടനം. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായി ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായി. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നത്. നിരവധിയായ തടസ്സങ്ങളും വ്യവഹാരങ്ങളും മറികടന്നാണ് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങുന്നത്. ജില്ലയിലാദ്യമായി ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായി. ദേശീയപാതയ്ക്ക് സമീപം ചേർത്തല നഗരസഭയുടെ ആനന്തറവെളിയിലാണ് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നാട്ടിൻപുറങ്ങളിലും പുഴകളിലും പാതയോരങ്ങളിലും നദികളിലും വലിയ മലിനീകരണ പ്രശ്നമായി ശുചിമുറി മാലിന്യം തള്ളുന്നത് ഉയർന്നിരുന്നു. ഇതോടെ ശാശ്വത പരിഹാരമാകും. 7.33 കോടി രൂപ ചെലവിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയായി പ്ലാന്റ് നിർമ്മിച്ചത്. മാലിന്യം കൊണ്ടുപോകുന്ന 36ഓളം ടാങ്കർ ലോറി ഏജൻസികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ദിവസേന 2.5 ലക്ഷം ലിറ്റർ വരെ ശുചിമുറി മാലിന്യം സംസ്കരിക്കാൻ കഴിയും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ ചേർത്തല നഗരസഭയാണ് പ്ലാന്റ് യാഥാർത്ഥ്യമാക്കിയത്. ജില്ലയിലെ ശുചിമുറി മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. മുംബൈ ആസ്ഥാനമായ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 10 വർഷത്തേക്ക് തുടർ പരിപാലനത്തിനുള്ള കരാറും കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. പ്ലാന്റ് പ്രവർത്തനക്ഷമമായതിനു ശേഷം ശുദ്ധീകരിക്കുന്ന ജലം പ്ലാന്റിൻ്റെ പരിസരത്ത് ഒരുക്കുന്ന ഗ്രീൻ ബെൽറ്റിലെ ചെടികൾ നനയ്ക്കുന്നതിനും ദേശീയപാത അടക്കമുള്ള ഇടങ്ങളിലെ പൂന്തോട്ടങ്ങൾ നനയ്ക്കുന്നതിനുമായി ഉപയോഗിക്കാൻ കഴിയും. ഖരമാലിന്യം ജൈവവളമാക്കി വിൽക്കാനുള്ള പദ്ധതികളും നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ മുൻപ് ജില്ലയിൽ വലിയ തോതിലുള്ള ജല മലിനീകരണ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ട നടപടികളുടെ ഭാഗമായി ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. 90% പ്രവർത്തനം സോളാറിലാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ വളം നിർമ്മാണ യൂണിറ്റും അജൈവ മാലിന്യ ശേഖരണ യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചു. മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. വീട്ടിലെ ബിന്നില് എയർവേക്കാം കിച്ചൺ ബിന്നില് അത് പുഴുവല്ല, ബ്ലാക്ക് സോൾജർ ഫ്ലൈ ആണ്. അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് അവർക്ക് അറിഞ്ഞുകൂടെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണമെന്ന്. അയ്യോ, ഞങ്ങൾക്ക് ഓർഗാനിക് വേസ്റ്റ് വീട്ടിൽ കിച്ചൺ ബിന്നൊന്നും വേണ്ട, ആ തെങ്ങിന്റെ തടത്തിലേക്ക് ഇട്ടാൽ അത് വളമായിക്കോളൂ. വളം ഉണ്ടാക്കാനല്ലേ ഞങ്ങൾ പോണേ, തെങ്ങിന്റെ വളത്തിലിട്ടാ പോരെ. അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ചീയലല്ല കമ്പോസ്റ്റ്. ചെയ്യുമ്പോ അണുക്കളുണ്ടാവുന്നതാണ് ദുർഗന്ധം. അത് നിങ്ങൾക്ക് രോഗങ്ങളെല്ലാം കൊണ്ടുവരും. കമ്പോസ്റ്റ് അതല്ല, അതിന്റെ ശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആലപ്പുഴ നഗരസഭ എയറോബിക് യൂണിറ്റുകളിൽ നിന്നും ലഭിക്കുന്ന ജൈവാവശിഷ്ടം വളമാക്കി വിപണിയിലെത്തിക്കുന്നു. നിർമ്മാണം പൂർത്തീകരിച്ച വളം നിർമ്മാണ യൂണിറ്റിന്റെയും അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് നഗരസഭ സ്ഥാപിച്ച എയറോബിക്കിലെ ജൈവ അവശിഷ്ടം വിൻഡോ പ്രക്രിയയിലൂടെ കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ച്
തരംതിരിച്ച ഷെഡിംഗ് മെഷീനിലൂടെ പൊടിച്ച് അരിപ്പ മെഷീനിലൂടെ അരിച്ച വളം പാക്ക് ചെയ്ത എയറോഫെറ്റ് എന്ന പേരിൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകളിലൂടെ വിൽപ്പനയ്ക്കൊരുക്കുകയാണ് നഗരസഭ. വെള്ളയാനി കാർഷിക കോളേജിൽ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത കൃഷിക്ക് അനുയോജ്യമാണെന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമായതോടുകൂടിയാണ് വളം പൊതുവിപണിയിൽ എത്തിക്കുന്നത്. ഇനി വീടുകളിൽ നിന്നും തരംതിരിച്ച ജൈവമാലിന്യവുമായി എയറോബിക്കിൽ എത്തുന്ന ഏതൊരാൾക്കും മിതമായ നിരക്കിൽ സമ്പുഷ്ടമായ ജൈവവളവുമായി ഓരോ എയറോബിക്കിൽ നിന്നും മടങ്ങുവാൻ സാധിക്കും. വാർഷിക പദ്ധതിയിൽ 12 ലക്ഷം രൂപ വകയിരുത്തിയാണ് നഗരസഭ വളം നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം സജ്ജമാക്കിയത്. ശുചിത്വ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളായ 75 പേർക്ക് മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക പരിപാലനം എയറോബിക് യൂണിറ്റിന്റെയും വളം നിർമ്മാണ യൂണിറ്റിന്റെയും പരിപാലനം നടത്തുന്നു. ആലപ്പുഴ എയറോബിക് കമ്പോസ്റ്റ് ടെക്നീഷ്യൻസ് എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. 37 എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിലെ 396 ബിന്നുകളിലെയും ജൈവാവശിഷ്ടം ആലിശ്ശേരി വളം നിർമ്മാണ യൂണിറ്റിൽ എത്തിച്ചാണ് വളമാക്കി മാറ്റുന്നത്. ഹരിതകർമ്മസേനയ്ക്കുള്ള ഡൈനിങ് റൂം, ഡ്രസ് ചേഞ്ചിങ് റൂം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യം സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, നസീർ പുന്നക്കൽ, R വിനിത, കക്ഷി നേതാക്കളായ ഹരികൃഷ്ണൻ, സലീം മുല്ലാത്ത, P രതീഷ്, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, മാലിന്യമുക്തം ജില്ലാ നോഡൽ ഓഫീസർ KS ഷിബു, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, നഗരസഭാ നോഡൽ ഓഫീസർ C ജയകുമാർ എന്നിവർ സംസാരിച്ചു. നഗരസഭയ്ക്ക് വളം നിർമ്മാണ യൂണിറ്റിനുള്ള സാങ്കേതിക സഹായം നൽകിയ IRTC CAN ആലപ്പി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ആരവം വികസന സാംസ്കാരികോത്സവത്തിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തു. മന്ത്രി സജി ചെറിയാൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ജനകീയ കവചം ചെയർമാൻ ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ ലോഗോ ഏറ്റുവാങ്ങി. ഏപ്രിൽ 21 മുതൽ 27 വരെ ആലപ്പുഴ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലാണ് PP ചിത്തരഞ്ജൻ MLA നേതൃത്വത്തിൽ ആലപ്പുഴ ആരവം സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ലോഗോ പ്രകാശനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ജനകീയ കവചം ചെയർമാൻ ഫാദർ നെൽസൺ തൈപ്പറമ്പലിനെ നൽകിക്കൊണ്ടാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ആലപ്പുഴ തിരുവമ്പാടി സ്വദേശിയായ PB അമൃതരാജാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാ C അബ്രഹാം, നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ MR പ്രേം, നഗരസഭാ അംഗം ഹെലൻ ഫെർണാണ്ടസ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PJ ജോസഫ്, ആലപ്പുഴ ആരവം ജനറൽ കൺവീനർ CK ഷിബു, ജനകീയ കവചം ജനറൽ കൺവീനർ KG ജഗദീഷ്, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. അവഗണനയുടെ നടുവിൽ ഭിന്നശേഷിക്കാരായ 3 അംഗ കുടുംബം ദുരിതക്കയത്തിൽ. നിരങ്ങി നീങ്ങുന്ന തങ്കപ്പനും മാനസിക വിഭ്രാന്തിയുള്ള മണിയമ്മയും ഭിന്നശേഷിക്കാരിയായ ശ്രീജയും. ചേർത്തല പട്ടണക്കാട് പൊന്നാമളി കാരക്കാവേളി വീട്ടിലെ ദുരിതക്കാഴ്ച. വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരു വഴിക്കായി വർഷങ്ങളായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. പട്ടണക്കാട് പഞ്ചായത്ത് 4-ാം വാർഡ് കാരക്കാവേളി വീട്ടിൽ താമസിക്കുന്നത് 3 അംഗങ്ങളാണ്. ഇത് 71 വയസ്സുള്ള തങ്കപ്പൻ. 3 വയസ്സ് മുതൽ നിരങ്ങിയാണ് തങ്കപ്പൻ സഞ്ചരിക്കുന്നത്. തങ്കപ്പൻ്റെ ഭാര്യ ഭിന്നശേഷിക്കാരിയായ 43 വയസ്സുള്ള ശ്രീജ, മാനസിക രോഗിയായ 65 വയസ്സായ മണിയമ്മ തുടങ്ങിയവരാണ് ഈ വീട്ടിലെ താമസക്കാർ. 3-ാമത്തെ വയസ്സിൽ പോളിയോ വന്ന് ഇരു കാലുകളും തളർന്നു. തങ്കപ്പന് പിന്നീട് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായിട്ട് ഞാൻ ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പുറത്തോട്ട് പോകാൻ ഒരു മാർഗ്ഗവുമില്ല. എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അങ്ങനെ വീട്ടിലിരിക്കാൻ ഇപ്പോൾ പോകാനൊരു വഴിയില്ല. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്ന ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ജീവിതമാണ്. കാരണം ആ പാടുള്ളത് ഈ പെൻഷനാണ്. പെൻഷൻ മാത്രം കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കൊത്തുപണിയായിരുന്നു ഇടക്കാലത്ത് തങ്കപ്പൻ്റെ ജോലി. വിവാഹം കഴിഞ്ഞതോടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മുച്ചക്ര സ്കൂട്ടറിൽ ലോട്ടറി വിൽപ്പനയായിരുന്നു ഉപജീവനമാർഗം. 2023 പട്ടണക്കാട് ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിൽ വെച്ച് വാഹന അപകടമുണ്ടായതോടെ ആ തൊഴിലിന് പോകാൻ പറ്റാതെയായി. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന പെൻഷനാണ് ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയം. ഈ ദുരിതത്തിനിടയിലും പുറത്തിറങ്ങാൻ ഒരു വഴിക്കായി മുട്ടാത്ത വാദികളില്ല. നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്രയും ദയനീയമാണ് അവരുടെ അവസ്ഥ. ഒന്നാമത് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ അവരുടെ ശാരീരികവും മാനസികമായ പ്രശ്നങ്ങൾ. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് വഴിയില്ല എന്നുള്ളതാണ്. വഴി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവർ കൺസെൻറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഹൈവേയുടെ വർക്ക് വന്നപ്പോൾ ഇവിടെ മുച്ചക്ര വണ്ടി മുകളിലോട്ട് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ലോട്ടറി എടുക്കാൻ പോകാൻ പറ്റില്ല. പെൻഷൻ മാത്രമേ ആശ്രയമുള്ളൂ. പെൻഷൻ മുടങ്ങുന്ന അവസ്ഥ വരെ ഉണ്ട്. അപ്പോൾ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടോ
നമ്മുടെ അധികാരികളുടെ അനാസ്ഥയുണ്ട്, പഞ്ചായത്തിൻ്റെയൊക്കെ അനാസ്ഥയുണ്ട്. ഇപ്പോൾ 2-3 മാസം പെൻഷൻ അവരുടെ സഹോദരിക്ക് കിട്ടിയില്ല. ഇപ്പോൾ പെൻഷൻ ആകുമ്പോൾ അതിൻ്റെ അരിവരം കിട്ടുന്നില്ല, അത് മസ്റ്ററിങ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ അവർ പറയുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളാണ് പറയുന്നത്. പക്ഷേ അതൊക്കെ മാനസിക വെല്ലുവിളി നേരിടുന്നവരും അല്ലെങ്കിൽ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കിടെയൊക്കെ ഇടയ്ക്ക് ഇവരുടെ സാങ്കേതികത്വം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ജില്ലാ കളക്ടർ, പഞ്ചായത്ത് എന്നിവിടങ്ങളിലെല്ലാം സഞ്ചാരയോഗ്യമായ ഒരു വഴിക്കായി അപേക്ഷ നൽകി. വഴിക്കാവശ്യമായ കൺസെൻറ്റ് കിട്ടാത്തതാണ് പ്രധാന തടസ്സമെന്ന് വാർഡംഗം പറയുന്നു. നമ്മളിത് പിന്നോട്ടില്ല, ഇത് റോഡ് കിട്ടുന്നവരെ നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കും. എന്താണ് ഇവരെ സാങ്കേതിക തടസ്സം? എന്താണ് ഇപ്പോൾ സാങ്കേതിക ഇവരെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ റെഡിയാണ് നമ്മൾ. തങ്കപ്പന് അസുഖം വരുമ്പോൾ കസേരയിൽ ഇരുത്തിയാണ് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കുന്നത്. സമീപത്ത് കൂടി ഒഴുകുന്ന പൊന്നാമ്പളിത്തോടിന് കുറുകെ ഒരു പാലം പണിതും പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് അയൽക്കാരും പറയുന്നു. ഒരുപാട് ഇതുണ്ടായിട്ടെങ്കിലും ഈ കൺസെൻ്റ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ലെന്നാണ് അവർ പറയുന്നത്. ആ ഒരു വീട്ടുകാർ കൺസെൻ്റ് തന്നാൽ ഞങ്ങൾക്ക് ഈ 11 വീട്ടുകാർക്ക് പോകാനുള്ള വഴിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൊന്നാമ്പളി തോട്ടിലേക്കുള്ള പാലം എത്രയും വേഗം തരണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നത്. തങ്കപ്പനെയും മണിയമ്മയെയും ശുശ്രൂഷിക്കുന്നത് ഭിന്നശേഷിക്കാരിയായ ശ്രീജയാണ്. 10ഓളം വരുന്ന കുടുംബങ്ങളാണ് വീതിയുള്ള ഒരു വഴിക്കായി ഇവിടെ കാത്തിരിക്കുന്നത്. മുച്ചക്രവാഹനം സംഘടിപ്പിച്ച് ലോട്ടറി വിൽക്കണം എന്നാണ് തങ്കപ്പൻ്റെ ഇനിയുള്ള ആഗ്രഹം. പക്ഷേ മുച്ചക്ര സൈക്കിളുമായി പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ല. അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രത്യാശയിലാണ് ഈ കുടുംബം. പട്ടക്കാട് നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി, ടൈം ന്യൂസ്. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് 7.5 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം തുടരുന്നു. 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഗുജറാത്ത് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.65 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ 3 പ്രതികളെ കൂടി കസ്റ്റഡിയിൽ ലഭിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഗുജറാത്തിലെ കോടതിയിൽ രേഖകൾ സമർപ്പിച്ചു. പ്രതികളുമായി പോലീസ് സംഘം ഏപ്രിൽ 1 തിരിച്ചെത്തിയേക്കും. നാട്ടിലേക്ക് പുറപ്പെടുന്നതിന്റെ തലേന്നാകും സബർമതി ജയിലിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുക. 2 തായ്വാൻ സ്വദേശികളെയും ഒരു ജാർഖണ്ഡ് സ്വദേശിയെയുമാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെത്തിയ പോലീസ് സംഘം വ്യാഴാഴ്ച രാവിലെയാണ് കോടതിയിൽ രേഖകൾ നൽകിയത്. നേരത്തെ 2 തായ്വാൻ സ്വദേശികളെ സബർമതി ജയിലിൽ നിന്ന് എത്തിച്ച ചോദ്യം ചെയ്തിരുന്നു. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റ് 2 തായ്വാൻകാർക്കും തട്ടിപ്പിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമായത്. ഇവർ സംഘത്തിലെ സാങ്കേതിക വിഭാഗമായാണ് പ്രവർത്തിച്ചിരുന്നത്. ജാർഖണ്ഡ് സ്വദേശി സംഘത്തിന്റെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കൈകാര്യം ചെയ്തിരുന്നയാളാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. ഗുജറാത്തിൽ നടത്തിയ സമാന തട്ടിപ്പിൽ പിടിയിലായ 10 പേരാണ് സബർമതി ജയിലിലുള്ളത്. ആലപ്പുഴയിൽ ആദ്യം പിടിയിലായ ഇന്ത്യക്കാരായ പ്രതികളിൽ നിന്ന് ലഭിച്ച സൂചനകളിലൂടെയാണ് അന്വേഷണ സംഘം തായ്വാൻ സ്വദേശികളിലേക്ക് എത്തിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. അവധിക്കാലം എത്തിയതോടെ രക്ഷിതാക്കൾ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ IPS. 15-നും 24-നും മധ്യയുള്ള ആൺകുട്ടികളെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും മോഹനചന്ദ്രൻ IPS ആലപ്പുഴയിൽ പറഞ്ഞു. ഉന്നതത്തിലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ അവിടെ ഈ സ്ഥലത്ത് ഇറങ്ങരുത് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വരില്ല. പക്ഷെ അവിടെ നമ്മളൊരു പ്രത്യേക ഏതെങ്കിലും വല്ല ക്ലബോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ആരെയും കണ്ടെത്തി ജാക്കറ്റ്സ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനായി കഴിഞ്ഞു. അതൊക്കെ എന്തെങ്കിലും ത്രില്ല്, വെള്ളത്തിറങ്ങുന്ന ത്രില്ലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ലൈഫ് ജാക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലൈഫ് ജാക്കറ്റ് വിട്ട് എത്ര വേണമെങ്കിലും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വേണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങിക്കളയാം. അപകടം സംഭവിക്കും, മുങ്ങിപ്പോണ പ്രശ്നത്തിൽ വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്യാം. കുറച്ച് നമ്മൾ പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ശരിക്കൊരു പ്രോഗ്രാമാണ്. ഈ ഒരു മിസ്റ്റാപ്പ് അതുപോലെ പിന്നെ അതുമല്ല ഈ 92 PSP 8 അതിൽ തന്നെ ആ 8 പേര് ഈ 92 മാർക്കിൻ്റെ കൂടെ പോയതുണ്ട്. അവരുടെ കൂടെ വല്ല പില്ലർ റൈഡിങ്ങോ മറ്റുമൊക്കെ അതാണ് അവിടെ. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് മീഡിയയിൽ നമുക്കൊന്ന് ഒരു കോഷൻസ് ഒരു വാർഡ് ലെവലിലോ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലോ ഈ കുറേ ഞാനതൊരു ലാസ്റ്റ് 10 വർഷത്തെ കണക്കെടുക്കാൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ഈ മിസ്ഹാപ്പ് സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങൾ മോസ്റ്റ് പ്രോബ്ലി ബി ഏബിൾ ടു പ്രൊവൈഡ് വിത്ത് വാട്ടർ. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അതല്ല പുതിയ സ്ഥലങ്ങൾ എവിടെയെങ്കിലും മിസ്ഹാപ്പ് സംഭവിക്കാൻ ചാൻസുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അവിടെ അവരുടെ വെള്ളത്തിൽ ഇറങ്ങരുതെന്നോ മറ്റോ പറയുന്നതിന് ലിമിറ്റ് ഉണ്ട്. അവിടെ നമ്മൾ അവിടെ ഒരു സെക്യൂർ ആയിട്ട് എങ്ങനെ ഇറങ്ങാം എന്നതിന് ഉറപ്പ് വരുത്താത്ത ടോട്ടലി ഡേഞ്ചറസ് ആണെങ്കിൽ ആ സ്ഥലം അല്ലെങ്കിൽ വേറൊരു സ്ഥലം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവധിക്കാലത്ത് കുട്ടികൾക്കിടയിൽ മുങ്ങിമരണങ്ങൾ തടയാൻ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ. 15-നും 24-നും ഇടയിലുള്ള ആൺകുട്ടികളെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.
അടുത്തിടെ 18 മുതൽ 24 വയസ്സ് വരെയുള്ള പ്രായക്കാരിലെ അപകട മരണനിരക്ക് പരിശോധിച്ചപ്പോൾ 92:8 എന്ന അനുപാതമാണ് കണ്ടെത്തിയത്. ഈ പ്രായക്കാരിൽ 92 ആൺകുട്ടികൾ മരിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം 8 ആണെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിന്റെ സ്പോർട്സ് ക്ലബ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി. കുട്ടികളോട് വെള്ളത്തിലിറങ്ങരുതെന്ന് പറയാൻ സാധിക്കില്ല, എന്നാൽ നിരന്തരമായി അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവരെ ബോധവൽക്കരിക്കാൻ സാധിക്കും. ലൈഫ് ജാക്കറ്റ് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും SP ആവശ്യപ്പെട്ടു. പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗമേറിയ കായിക താരം R. ശ്രേയ, മുൻ പവർ ലിഫ്റ്റിംഗ് താരവും ആലപ്പുഴ കളക്ടറേറ്റ് ദഫേദാറുമായ KCG എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കുര്യൻ ജെയിംസ്, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ട്രഷറർ N. സന്തോഷ് കുമാർ, ഷട്ടിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി S. വിനോദ് കുമാർ, ചെസ് ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ കൺവീനർ ബിബി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി രജീഷ് കുമാർ സ്വാഗതവും സ്പോർട്സ് കമ്മിറ്റി കൺവീനർ MM സലാം നന്ദിയും പറഞ്ഞു. നല്ല പ്രൊമോഷനുകൾ നമുക്ക് ഈ കാര്യത്തിൽ കൊടുത്താൽ നമുക്ക് സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ വിദ്യാർത്ഥികൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിലൊക്കെ കഴിയുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നമുക്ക് പരമാവധി കുട്ടികളെ നമുക്ക് സ്പോർട്സ് കൗൺസിലിന് സ്വിമ്മിംഗ് പൂളുണ്ട്, നമുക്ക് നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സംവിധാനങ്ങളുണ്ട്. അതിനുവേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കാൻ നമുക്ക് അങ്ങനെ ആലോചിക്കാം. ഇവിടെ ആലപ്പുഴ നമ്മുടെ നാട് മുഴുവൻ കായലായി ചുറ്റപ്പെട്ട സ്ഥലമാണ്. പക്ഷെ എത്ര സാർ പറഞ്ഞതുപോലെ എത്ര കുട്ടികളും മക്കളുള്ളവരും ഇപ്പോഴും മുങ്ങി മരണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ കുട്ടനാട് പോലെയുള്ള നമ്മുടെ ഇതിന് ചുറ്റും കിടക്കുന്ന ഈ ജലസമ്പൽ സമൃദ്ധമായ നമ്മുടെ നാട്ടിൽ പോലും ആ മരണങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം പരിഹാരം കാണാൻ കഴിയുന്ന നിലയിലുള്ള പദ്ധതികൾക്ക് പ്രസ് ക്ലബ്ബ് കൂടി മുൻകൈയെടുത്ത് നേതൃത്വം കൊടുത്താൽ അതിന് സ്പോർട്സ് കൗൺസിലിന്റെയും ഒളിമ്പിക് അസോസിയേഷന്റെയും മറ്റെല്ലാ കായിക സംഘടനകളുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാവും എന്ന് ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിന്റെ ആറാട്ടുകുളം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P. പ്രസാദ് അനുവദിച്ച 1,07,00,000 രൂപ ഉപയോഗിച്ചാണ് ആറാട്ടുകുളം നവീകരിച്ച് മനോഹരമാക്കിയത്. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിന്റെ തെക്കേ തെരുവിലുള്ള ആറാട്ടുകുളം കല്ലുകെട്ടി സംരക്ഷിക്കണമെന്നത് ഭക്തജനങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. ഉത്സവത്തിന് ആറാട്ട് നടക്കുന്ന 7 കുളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുളം. നാശോന്മുഖമായി ഒരു കാലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായ ആറാട്ടുകുളം സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് നിരന്തരം ആവശ്യമുയർന്നിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. P. പ്രസാദ് MLA അനുവദിച്ച 1,07,00,000 രൂപ വിനിയോഗിച്ചാണ് കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. കുളത്തിൻ്റെ 4 വശവും ചുറ്റുമതിൽ കെട്ടി ഭംഗിയാക്കി. ആറാട്ടുകടവും കൽപ്പടവുകൾ കെട്ടി മനോഹരമാക്കി. കുളത്തിന് ചുറ്റും നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കണമെന്ന ആവശ്യവും പരിഗണിക്കുന്നുണ്ട്. ഏപ്രിൽ 4-ന് ഉത്സവത്തിന് കൊടികയറും. ഏപ്രിൽ 5-ന് മന്ത്രി P. പ്രസാദ് കുളത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ചേർത്തലയുടെ സംസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാർത്യായനി ദേവീക്ഷേത്രത്തിൻ്റെ ആറാട്ടുകുളം നവീകരിച്ച് മനോഹരമാക്കിയപ്പോൾ സഫലമാവുന്നത് ഭക്തജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹം. ടൈം ന്യൂസ് ചേർത്തല. തുറവൂർ വളമംഗലം കുത്തിയതോട് റോഡ് സ്മാർട്ടാകുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ചാണ് BMBC നിലവാരത്തിൽ റോഡ് നവീകരിക്കുന്നത്. ആദ്യഘട്ട ടാറിംഗ് ജോലികൾ പൂർത്തിയാവുന്നു. സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ വിനിയോഗിച്ച് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്ന വളമംഗലം കുത്തിയതോട് റോഡിന്റെ ആദ്യഘട്ട ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. കുത്തിയതോട് SNDP ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വളമംഗലം വടക്ക് വഴി തുറവൂർ തൈക്കാട്ടുശ്ശേരി റോഡിലെ MR ജംഗ്ഷനിൽ എത്തുവാൻ സാധിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡാണിത്. മാർച്ച് 26-ന് ആരംഭിച്ച BM ടാറിംഗ് 29 ശനിയാഴ്ച പൂർത്തീകരിക്കും. ശേഷം BC ടാറിംഗ് നടക്കും. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം നിലവിലുണ്ട്. ദേശീയപാതയുടെ സമാന്തരമായി ചേർത്തല മുതൽ കുത്തിയതോട് വരെയുള്ള പൊതുമരാമത്ത് റോഡിന്റെ അവസാന ഭാഗമാണ് ഇത്. തൈക്കാട്ടുശ്ശേരി ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് തുറവൂർ ജംഗ്ഷൻ ഒഴിവാക്കി എത്താൻ കഴിയും. അരൂർ മണ്ഡലത്തിലെ പ്രാദേശിക റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നല്ല രീതിയിലുള്ള പിന്തുണയാണ് നൽകുന്നത്. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് വളമംഗലം കുത്തിയതോട് റോഡിന്റെ നിർമ്മാണ പുരോഗതി നേരിട്ടെത്തി വിലയിരുത്തിയ ശേഷം ദലീമ MLA കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AU അനീഷ്, പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അപർണ ബെൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ടൈം ന്യൂസ് ചേർത്തല. വെറ്റിനറി ഡോക്ടർ ചമഞ്ഞ കർഷകനിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം. ഒരാൾ കൂടി അറസ്റ്റിൽ. ചങ്ങനാശ്ശേരി സ്വദേശി 57 വയസ്സുള്ള മധുസൂദനൻ നായരാണ് പിടിയിലായത്. ജില്ലാ വെറ്റിനറി ഡോക്ടറാണെന്ന് അവകാശപ്പെട്ട ആൾമാറാട്ടം നടത്തി കർഷകരിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒരാളെ കൂടി ആലപ്പുഴ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചങ്ങനാശ്ശേരി കുറിച്ചി വെട്ടിക്കാട് വീട്ടിൽ മധുസൂദനൻ നായരാണ് പിടിയിലായത്. ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. ആലപ്പുഴ ജില്ലാ വെറ്റിനറി ഡോക്ടറാണെന്ന് പറഞ്ഞ പ്രതി ഫോണിലൂടെ കടക്കരപ്പള്ളി സ്വദേശിയായ കർഷകനെ ബന്ധപ്പെട്ടു. പക്ഷിപ്പനിയെ തുടർന്ന് കള്ളിങ് നടത്തിയതിന്റെ നഷ്ടപരിഹാരമായി 1,84,000 രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുകയും
പണം അനുവദിച്ചതിന് പ്രത്യുപകാരമായി തന്റെ ഓഫീസിലുള്ളവർക്ക് നൽകാൻ ഗൂഗിൾ പേ വഴി പണം ആവശ്യപ്പെടുകയുമായിരുന്നു. ഇയാളുടെ സംസാരത്തിൽ സംശയം തോന്നിയ കർഷകൻ പണം ആവശ്യപ്പെട്ട കാര്യം കടക്കരപ്പള്ളി വെറ്റിനറി ഡിസ്പെൻസറിയിലെ സർജനെ അറിയിക്കുകയും ശബ്ദ സന്ദേശം അയച്ചു കൊടുക്കുകയും ചെയ്തു. സർജൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറെ അറിയിക്കുകയും ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. ഈ കേസിലെ മറ്റൊരു പ്രതിയായ റെന്നി മാത്യു എന്നയാളെ ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ആലപ്പുഴ സൈബർ ക്രൈം SHO ഏലിയാസ് പി ജോർജിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ R പത്മരാജ്, VS ശരത്ചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ SR ഗിരീഷ്, KU ആരതി, AM അജിത് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. അമ്പലപ്പുഴ കക്കാഴം SNB TTI അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സമൂഹ സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. H സലാം MLA ഉദ്ഘാടനം ചെയ്തു. കക്കാഴം SNVTTIയുടെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും 15 ദിവസം നീളുന്ന സാമൂഹിക സമ്പർക്ക സഹവാസ ക്യാമ്പിന് തുടക്കമായി. വിവേക 2025 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് H സലാം MLA ഉദ്ഘാടനം ചെയ്തു. നിയമസഭ പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉയർന്നുകൊണ്ടാണ്. അതിനടിസ്ഥാനമാക്കിയിട്ടാണ് നിയമങ്ങൾ പാസ്സാക്കുന്ന ഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ നിയമസഭയ്ക്കുള്ളിലെ ഓരോ നടപടിക്രമങ്ങളും ഇന്ത്യയുടെ ഭരണഘടന പാർലമെന്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഭാഗത്തിന്റെ അതോട് ചേർന്നിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വാഭാവികമായിട്ട് വരിക. അത് നമുക്കെല്ലാം പൊതുവിൽ അറിയുന്ന പോലെ തന്നെ ഏറ്റവും സുപ്രീമായ നിയമം ഇന്ത്യയുടെ ഭരണഘടനയാണ്. നിങ്ങൾക്കറിയാം, ആ ഭരണഘടനയ്ക്ക് മേലെ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, അതിന്റെ ഉള്ളടക്കത്തിന് വിരുദ്ധമായി ഒരു നിയമനിർമ്മാണ സഭയ്ക്കും ഒരു നിയമവും പാസ്സാക്കാൻ പറ്റില്ല. പാർലമെന്റിനോ നിയമസഭയ്ക്കോ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു നിയമനിർമ്മാണം സാധ്യമല്ല. കോടതികൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു കോടതി വിധി പ്രഖ്യാപിക്കാൻ പറ്റില്ല. സുപ്രീം കോടതിക്കോ ഹൈക്കോടതികൾക്കോ ഒരു കോടതികൾക്കും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ വാക്ക് ഉപയോഗിച്ചതുപോലെ സുപ്രീം നിയമങ്ങളിൽ ഏറ്റവും സുപ്രീമാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞതിന്റെ ഭാഗമാണ്. അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട സംഗതി. ഇതാണ് നിയമനിർമ്മാണ വേദികൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ്. പാഠ്യവിഷയത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും അറിവ് പകരുന്നതിലും പരിശീലിക്കുന്നതിലും വ്യത്യസ്തമായ ക്ലാസുകളാണ് ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടാവുക. നിയമസഭാ ചട്ടങ്ങളും നടപടിക്രമങ്ങളും എന്ന വിഷയത്തിൽ H സലാം ആദ്യ ക്ലാസ് എടുത്തു. MC അംഗം R അഭയൻ യദുകുലം അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ലേഖമോൾ സനൽ, അധ്യാപകരായ ആഷിദാർ കുർപ്പ, അനുഷ ഉണ്ണി, S ശ്രീജിത്ത്, ക്ലാസ് ലീഡർ ജെറിൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ KV ചാന്ദിനി സ്വാഗതം പറഞ്ഞു. ഏപ്രിൽ 12 നടക്കുന്ന ക്യാമ്പ് സമാപനം മുൻ MLA അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിദ്ധമായ കടക്കരപ്പള്ളി കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ തുടരുന്നു. പട്ടും താലിയും ചാർത്തൽ ഭക്തിസാന്ദ്രം. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. കണ്ടമംഗലത്തമ്മയുടെ പട്ടും താലിയും ചാർത്തൽ ചടങ്ങ് ദർശിച്ച ആയിരങ്ങൾ സായുജ്യരായി. മീനമാസത്തിലെ കത്തിക്കാളുന്ന സൂര്യന്റെ ശക്തമായ വെയിലിലും സുഹൃത്ത് ദർശനത്തിന്റെ നിർവൃതിയിൽ ഭക്തമനസ്സുകൾ കുളിർത്തു. ആയിരം കണ്ടങ്ങളിൽ നിന്നും ഉതിർന്ന ദേവീ സ്തുതികളാൽ കണ്ടമംഗലം ഭക്തിസാന്ദ്രമായി. ഭക്തസഹസ്രങ്ങൾ ശരണം തേടിയെത്തുമ്പോൾ വെള്ളിയാഴ്ച മുതൽ സർവാഭരണ വിഭൂഷിതയായ കണ്ടമംഗലത്തമ്മ ആശ്രിത വാത്സല്യത്തോടെ ശ്രീകോവിലിരുന്ന ദർശനമരുളും. മീനമാസത്തിലെ അതികഠിനമായ പകൽ ചൂടിനെ തെല്ലും കൂസാതെ ആബാലവൃദ്ധം ഭക്തരും ഒന്നായി നിന്ന മനമുരുകി പ്രാർത്ഥിച്ച തിരുവാഭരണ വിഭൂഷിതയായ ദേവിയെ തൊഴുത സായുജ്യം നേടി. ടൈം ന്യൂസ്, ചേർത്തല. അരനൂറ്റാണ്ടായി തരിച്ചു കിടന്ന 30 സെന്റ് ഭൂമിയിൽ വാഴക്കൃഷി ആരംഭിച്ചു. ചേർത്തല നഗരസഭ 11ാം വാർഡിലാണ് തരിച്ചു കിടന്ന 30 സെന്റ് ഭൂമിയിൽ വാഴക്കൃഷി ആരംഭിച്ചത്. കരപ്പുറം കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തുന്നത്. ചേർത്തല നഗരസഭ 11ാം വാർഡിൽ പ്രവാസിയായ പ്രവീണിന്റെ സ്ഥലത്ത് 11ാം വാർഡ് കൗൺസിലർ കൂടിയായ അജിയുടെ നേതൃത്വത്തിൽ ചേർത്തല നഗരസഭ കരപ്പുറം ഹരിത കാർഷിക
കർമ്മസേനയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ 50 വർഷമായി തരിച്ചു കിടന്ന സ്ഥലത്ത് കൃഷിവകുപ്പിന്റെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള വാഴകൃഷിയുടെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനോർമ്മ നിർവഹിച്ചു. തരിച്ചു കിടക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ, പഴയ കാലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓരോ വീടുകളിലും ഇഷ്ടം പോലെ ആവശ്യത്തിലധികം നമ്മൾക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളെ ഒന്നും വിളിച്ചു വരുത്തേണ്ടതായിട്ടുള്ള ഒരാവശ്യവും ഇല്ലാതിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം നമ്മൾക്കുണ്ടായിരുന്നു. ചേന, ചേമ്പ്, വാഴ, അതുപോലെ തന്നെ ചീര, വെണ്ട, അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങൾ, നമ്മൾക്ക് നിത്യോപക സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതായിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം എല്ലാവരും വളരെ തിരക്കുള്ളതായിട്ടുള്ള മനുഷ്യരായി ജീവിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് കൃഷി ചെയ്യുവാനായിട്ട് താല്പര്യം പലർക്കും ഇല്ലാത്തതായിട്ടുള്ള ഒരവസ്ഥ കൂടി നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഇവിടെ ഇന്നിപ്പം നമ്മൾ വാഴ വയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ചെറുധാന്യത്തിൻ്റെതായിട്ടുള്ള വിളവുകളും നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളതായിട്ടുള്ള പച്ചക്കറികൾ, വെണ്ടയുണ്ട്, ചീരയുണ്ട്, മറ്റ് എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള പച്ചക്കറികളടക്കം നമ്മുടെ ഈ ഭൂമിയിൽ ഏകദേശം 30 സെൻറ്റ് സ്ഥലത്താണ് നമ്മളിവിടെ കൃഷി ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ചെറുധാന്യ കൃഷിയുടെ നടീൽ ഉദ്ഘാടനവും ഇതോടൊപ്പം നിർവഹിച്ചു. നഗരസഭയുടെ ഓരോ പ്രദേശത്തും കാർഷിക മുന്നേറ്റത്തിനായി കൃഷി വകുപ്പിന്റെ പദ്ധതിയായ ഫ്രൂട്ട് ക്ലസ്റ്റർ, ചെറുധാന്യ കൃഷി, ഇടവിള കൃഷികൾ എന്നിവ നന്നായി നടന്നു വരികയാണ്. വാർഡ് കൗൺസിലർ അജി സ്വാഗതം പറഞ്ഞു. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ നടന്ന പദ്ധതികളെക്കുറിച്ച് കാർഷിക കർമ്മസേന സെക്രട്ടറി VS ബൈജു വിശദീകരിച്ചു. കൗൺസിലർമാരായ അനൂപ് ചാക്കോ, ആശാ മുകേഷ്, സനീഷ്, ഗോകുൽദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ദക്ഷിണ മേഖല ഓൾ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ ലഘുലേഖകൾ വിതരണം ചെയ്തു. ദക്ഷിണ മേഖല ഓൾ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം. ചേർത്തല KSRTC ബസ് സ്റ്റേഷനിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. എക്സൈസ് വകുപ്പിലെ വിമുക്തി ലഹരി വർജന മിഷൻ പുറത്തിറക്കിയ ആസക്തി ലഹരിയോടല്ല ജീവിതത്തോടാകട്ടെ എന്ന ലഘുലേഖ KSRTC സൂപ്രണ്ട് A പ്രമീളയ്ക്ക് നൽകിക്കൊണ്ട് ഡോക്ടർ തോമസ് വി പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. എയ്ഡ്സും അതുപോലെ കോവിഡുമൊക്കെ ഒരു പരിധിവരെ വന്നിരുന്നത് ഞങ്ങളെയൊക്കെ പോലുള്ള സീനിയർ പൗരന്മാരെ ആണെങ്കിൽ, സിറ്റിസൺസിനെ ആണെങ്കിൽ, ഈ രാസലഹരിയുടെ ആപത്ത്, ഈ ക്യാൻസർ പോലെയുള്ള ആപത്ത് പടർന്നു പിടിക്കുന്നത് നമ്മുടെ ഏറ്റവും പുതിയ മുകുളങ്ങളായ ചെറുപ്പക്കാരെയാണ്, യുവാക്കളെയാണ്, വിദ്യാർത്ഥികളെയാണ്. അത് ഈ നാടിൻ്റെ ഭാവി തകർക്കും. കാരണം ഭാവിയുടെ ഏത് രാഷ്ട്രത്തിൻ്റെയും ഏത് സമൂഹത്തിൻ്റെയും നട്ടെല്ലെന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്. നമ്മുടെ യുവാക്കൾ ആവശ്യമില്ലാതെ ക്ഷോഭിക്കുന്നു. അവരവരുടെ വീട്ടിലെ അടഞ്ഞ മുറിയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. അവർ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കൂട്ടം ചേരുന്നു. ഇരുട്ടും ആളൊഴിഞ്ഞായിട്ട് സ്ഥലങ്ങളിൽ കൂട്ടം ചേരുന്നു. ക്യാമ്പസിൽ, കോളേജിൽ, ക്ലാസ്സിൽ അധ്യാപകർ വഴക്ക് പറഞ്ഞാൽ കത്തിയെടുത്ത് അധ്യാപകനെ കുത്തുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ? അപ്പോൾ ഇതിന് വലിയൊരു ഘടകം, വലിയൊരു പരിധിവരെ നമ്മുടെ കുട്ടികളെ ഈ ലഹരി അവരെ അടിമപ്പെടുത്തിയിരിക്കുന്നു. വേളൂർവട്ടം ശശികുമാർ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ P ബിനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലായിരുന്നു രാസലഹരി എന്ന് പറയുന്നത്. ഇപ്പോൾ രാസലഹരി എന്ന് പറയുന്നതാണ് വിഷയം. ഇന്നത്തെ പ്രധാന വിഷയം രാസലഹരിയാണ്. എന്താണ് ഈ രാസലഹരി എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് നമ്മളല്ലാതാക്കുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ മാറ്റിയെടുത്ത് നമ്മളെ ശരീരത്തിനെ കൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുക, നമ്മുടെ ബ്രെയിനിൻ്റെ താളം തെറ്റിക്കുക. ഇതുവഴി ക്രിമിനലുകളായി മാറുകയാണ് നമ്മുടെ യുവതലമുറ മുഴുവനും. ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന പത്രങ്ങളെടുത്താൽ ചോരയില്ലാത്ത വാർത്ത ഇല്ലാത്ത ഒരു ദിവസമില്ല. നമ്മുടെ അടുത്ത കാലങ്ങളിൽ നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഈ രാസലഹരികളുടെ അതിപ്രസരം കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഓരോ വാർഡ് തലത്തിലും ഇപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെല്ലുമ്പോൾ ഓരോ വാർഡിൽ നിന്നും നമുക്ക് കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും തുറന്നു പറയാൻ മടിക്കുന്ന വാർത്തകളാണ് നമ്മളോട് രഹസ്യമായി അവർ പറയുന്നത്. ഞങ്ങൾ പരമാവധി ഇവരുടെ വീടാന്തരം കയറി, എക്സൈസും പോലീസും വളരെ ശ്രമകരമായൊരു ജോലിയാണ്. വീടാന്തരം കയറി ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് വേണ്ടപ്പെട്ട ചികിത്സ നടത്തുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ലഹരിയിലേക്ക് വീഴാൻ ടെൻഡൻസി ആയിട്ട് നിൽക്കുന്ന യുവതലമുറയെ വ്യക്തിപരമായി വിളിച്ച് അവരുടെ പേരൻസിൻ്റെ സാന്നിധ്യത്തിൽ കൗൺസിലിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുനിസിപ്പൽ കൗൺസിലർ A അജി സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ആദ്യമായി ശുചിമുറി മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് യാഥാർത്ഥ്യമാവുന്നത്.
നിരവധിയായ എതിർപ്പുകളും വ്യവഹാരങ്ങളും മറികടന്നാണ് പ്ലാന്റ് നിർമ്മിച്ചത്. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ വളം നിർമ്മാണ യൂണിറ്റും അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രവും പ്രവർത്തനം തുടങ്ങി. മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ആരവം എന്ന പേരിലുള്ള വികസന സാംസ്കാരികോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മന്ത്രി സജി ചെറിയാൻ ജനകീയ കവചം ചെയർമാൻ ഫാദർ നെൽസൺ തൈപ്പറമ്പലിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. അവഗണനയുടെ തുരുത്തിൽ ഭിന്നശേഷിക്കാരായ 3 അംഗ കുടുംബം ദുരിതക്കയത്തിൽ. നിരങ്ങി നീങ്ങുന്ന തങ്കപ്പനും മാനസിക രോഗിയായ മണിയമ്മയും ഭിന്നശേഷിക്കാരിയായ ശ്രീജയ്. പട്ടണക്കാട് പൊന്നാമ്പളി കാരക്കാവളി വീട്ടിലെ സങ്കടക്കാഴ്ച. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിന്റെ ആറാട്ടുകുളം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ചേർത്തല MLA കൂടിയായ മന്ത്രി P. പ്രസാദ് അനുവദിച്ച 1,07,00,000 രൂപ വിനിയോഗിച്ചാണ് ആറാട്ടുകുളം നവീകരിച്ചത്. ഏപ്രിൽ 5-ന് ഉദ്ഘാടനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.